ഹലോ നമസ്കാരം, സാൾട്ട് പേപ്പർ മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു കുട്ടനാടൻ സ്പെഷ്യൽ ഐറ്റം ഒന്നുമില്ല. നമ്മുടെ കോട്ടയത്തും എറണാകുളത്തും ആ ഏരിയയിൽ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പിടിയും കോഴിയും. ഞാൻ ഒരു പക്ഷേ പിടിയും കോഴി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും കാര്യം പിടിയിട്ടുണ്ട്, പലർക്കും കാര്യം പിടിയിട്ടും കാണുകയില്ല. നമ്മുടെ ഈ കോട്ടയത്തും എറണാകുളത്ത് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഈ അച്ചായന്മാർ അത്യാവശ്യം കൂടുന്ന ഒരു ഒക്കേഷനിലും ഫംഗ്ഷനിലൊക്കെ അവിടുത്തെ പ്രധാനം തന്നെയാണ് കേട്ടോ ഈ പിടിയും കോഴിയും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ. ഞാനിപ്പോൾ ആലപ്പുഴയാണ്, അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അധികം അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നമ്മുടെ ഐറ്റം വീട്ടിലെല്ലാം പ്രിപ്പയർ ചെയ്യാൻ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം മഴ ആയതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലാണ് എൻ്റെ പാചകം. അപ്പം നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിടി. കണ്ടിട്ടില്ലാത്ത എല്ലാവരും കണ്ടോളൂ. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വേണ്ടത് നമ്മുടെ അരിപ്പൊടി. ഞാൻ 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഞാൻ തിരുമി അതിൻ്റെ പീര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീരകം, പെരിഞ്ജീരകമല്ല ചെറുജീരകം, ഞാൻ ചെറുതായിട്ടും ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂന്നാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടിക്കകത്തേക്ക് ലേശം ഉപ്പിട്ടു, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകം ഇട്ടു, അത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത ജീരകമാണ്, അത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് തേങ്ങാപ്പീര അതിട്ട് കൊടുത്തു. അതിലേക്ക് ലേശം നമ്മുടെ ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മാവ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിൽ ഒന്ന് മാവ് സെറ്റാക്കണം. നമ്മുടെ ഈ നൂലപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ആ ഒരു മാവിൻ്റെ ആ ഒരു സെയിം ഒരു പരുവത്തിൽ നമുക്കൊന്ന് സെറ്റായി കിട്ടിയാൽ മതി. ഒരുപാട് വെള്ളം പോലെ ആയി പോകാനും പാടില്ല, ഒരുപാട് ഹാർഡാകാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. നന്നായിട്ട് കുഴച്ച് അതിൻ്റെ ആ ജീരകവും ആ തേങ്ങാപ്പീരയും എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം. നമുക്ക് ഉരുളയായിട്ട് കിട്ടണം. അതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഞാൻ നേരത്തെ ഉരുട്ടി വെച്ചു. വീഡിയോ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ വീഡിയോ ഓണായില്ലായിരുന്നു. അത് കാരണം അത് ഉരുട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കുറച്ച് മാവ് എടുക്കുക, നമ്മുടെ കയ്യിലേക്ക് ഇടുക, നന്നായിട്ട് കൈ ഇങ്ങനെ റോൾ ചെയ്ത് അതൊന്ന് ഉരുട്ടി കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മൾ മൊത്തം ചെയ്തെടുക്കുക. നമ്മൾ ക്ഷമയോടെ പതുക്കെ നമ്മളൊന്നെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലേശം സമയം പിടിക്കും, കുഴപ്പമില്ല. പതുക്കെ അത് സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു സൈസിൽ ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് ചെറുതായി പോകാനും പാടില്ല. ഈ ഒരു സൈസിൽ ക്ഷമയോടെ നിന്ന് ഇത് മൊത്തം ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടിപൊളി ടേസ്റ്റി പിടി കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് മൊത്തം ഉരുട്ടിയെടുക്കാൻ പോവാണ്. നിങ്ങളും ക്ഷമയോടെ അത് ഉരുട്ടിയെടുക്കുക. തേങ്ങ വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മലയാളികളെ ഞാൻ പ്രത്യേകിച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ ഞാൻ അവിടെ ചിക്കൻ കറിക്കുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി. അപ്പോൾ ഇത് ആകുന്ന കൂട്ടത്തിൽ അതും ആയിക്കോളും. അപ്പം തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അപ്പം നമുക്ക് ഇതിൻ്റെ പരിപാടിയൊക്കെ നോക്കാം. ഞാൻ ഉരുളിക്കകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്തു. ആ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഒരു തേങ്ങയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് വെള്ളത്തിൽ സ്പ്രെഡ് ആകാനായിട്ട് ഞാൻ സ്പൂൺ ഇട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ ഉരുട്ടി വെച്ചിരുന്ന നമ്മുടെ പിടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് നന്നായിട്ട് കുറച്ച് വിറകൊക്കെ വെച്ച് നല്ല തീ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി നമ്മുടെ പിടി സാവധാനം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. സാവധാനം ഇട്ടില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളമാണ്, അത് നമ്മുടെ ദേഹത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം മെല്ലെ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതെല്ലാം നല്ല ഉരുണ്ട് അതിലേക്ക് വീണിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് ഇളക്കുക. ഒരുപാട് ഇളക്കാനും പാടില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്താൽ വെള്ളത്തിൽ സോക്കാവുന്ന രീതിയിൽ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് കണ്ടിട്ടുണ്ട്, മഞ്ഞ കളർ കിട്ടാനുണ്ട്. പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല, നമുക്ക് നാച്ചുറൽ കളർ കിട്ടാനുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു അടപ്പിട്ട് നന്നായിട്ടൊന്ന് അടച്ച് മൂടി നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം. അപ്പോൾ കുറുകിയെടുക്കണമെങ്കിൽ നല്ല തീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തീ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തീ വെച്ചാൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടത്തുള്ളത്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നല്ല തിളച്ച മണം, ഒരു കിഴങ്ങിൻ്റെ ഒരു വറുത്തരച്ച തേങ്ങാപ്പീരയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ പിടിയൊന്ന് തുറന്നു നോക്കാം. ആഹാ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. സംഭവം വെന്തിട്ടുണ്ട്, പക്ഷേ കുറുകിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കുറുകി കിട്ടാണ്ട് ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂണോളം നമ്മുടെ അരിപ്പൊടി വെറുതെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിനകത്തൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. വീണ്ടും ഞാൻ ഒരു മൂടി വെച്ച് അടച്ചു. നേരത്തെ പോലെ നല്ല തീ വെച്ച് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ആഹാ, ഇത് അടിപൊളിയായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്.
നല്ല സെറ്റായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം നമ്മുടെ പിടി. അപ്പോൾ അതാ നമുക്ക് സ്പൂൺ ഇടുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടുമില്ല. നമ്മൾ ഉടച്ച് കളയിട്ട് നമ്മുടെ ആ ഒരു റൗണ്ട് പോലെ കിടക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് കിട്ടേണ്ടത്. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ കൂടി പോകാൻ പാടില്ല. നമുക്ക് ചെറുത് ഉണ്ടയായിട്ട് ഇത് കിട്ടുകയും വേണം, ചെറിയൊരു ഇതും വേണം. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി, നമ്മുടെ പിടി ഇവിടെ റെഡിയായി. ഇനിയും നിങ്ങൾ കാത്തിരിക്കുന്ന ഇത് കഴിച്ച് കാണിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ച് കാണിക്കുകയാണെങ്കിൽ ഞാനൊരു പാത്രം തപ്പട്ടെ, ആ പാത്രത്തെ ഞാൻ സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പാത്രത്തിലേക്ക് പതുക്കെ നമ്മുടെ പിടി ഉടഞ്ഞ് പോകാതെ പതുക്കെ സെർവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പിടിയും സെറ്റായി. അപ്പുറത്തെ ചിക്കൻ കറിയും അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് കോമ്പിനേഷൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആ പിടി ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഒരു ചെറിയ തവിക്കകത്ത് ലേശം ചിക്കൻ എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ പ്ലേറ്റ് ആയത് കാരണം ഒരുപാട് ചിക്കൻ കറി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തുളുമ്പി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്കൊരു ഇതായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടി ചിക്കൻ പീസ് എടുത്ത് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു കളർ തന്നെ കണ്ടില്ലേ, ആ ഒരു വെള്ളയും ആ ചുവപ്പും കളർ, എന്താ പറയുക, നമ്മൾ ആ തേങ്ങ വറുത്തരച്ചതിൻ്റെ ആ ഒരു ഗ്രേവി അതിൻ്റെ മേളിൽ കൂടെ മെല്ലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. അത് നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കറക്റ്റ് ആ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കാവുള്ളൂ. അപ്പം അതിലേക്ക് നമ്മൾ ആ ഒരു ചിക്കൻ്റെ ചെറിയൊരു പീസ് ചെറുതായിട്ട് ഞാൻ അതിൽ നിന്ന് പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പീസും അതുപോലെ തന്നെ നമ്മളൊരു പിടിയുടെ ആ ഒരു ഉണ്ട നന്നായിട്ട് ഗ്രേവിക്കകത്ത് മുക്കി എടുത്തിട്ട് അതിനകത്ത് ഈ പീസും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് വായിലേക്ക് ഇടുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ചിക്കൻ്റെ പീസ് നമ്മുടെ ഗ്രേവിക്കകത്ത് പൊതിഞ്ഞെടുത്ത ആ ഒരു പിടിയുടെ ആ ഒരു ഉരുളയും, അതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ്, കഴിക്കേണ്ട ഒരു മെത്തേഡ് അതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തന്നെ പോയി വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ പിടിയും കോഴിയും ഇപ്പോൾ എല്ലാവർക്കും ഇനിയും ആരും അറിയത്തില്ല, കണ്ടിട്ടില്ല എന്ന് പറയരുത്. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തപോലെ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം നമ്മുടെ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽവിൻ സൈനിങ് ഔട്ട്. ബൈ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.